നമ്മളൊക്കെ സ്കൂളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ? പക്ഷേ ആ ചരിത്ര പുസ്തകങ്ങളിലൊന്നും അധികം കാണാത്തൊരു പേരുണ്ട്, ഒരു ധീര വനിതയുടെ പേര്. ബ്രിട്ടീഷുകാരെ നേർക്കുനേർ നിന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജ്ഞി. ആരാണവർ? വരൂ, നമുക്ക് ആ കഥ കേൾക്കാം. സംഭവം നടക്കുന്നത് 1780-ലാണ്. ഒരു ഇന്ത്യൻ രാജ്ഞി അസാധ്യമെന്ന് ലോകം മുഴുവൻ കരുതിയ ഒരു കാര്യം ചെയ്തു. അക്കാലത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അവർ ധൈര്യമായിട്ട് നേരിട്ടു. അതെ, വെറുതെ യുദ്ധം ചെയ്യുക മാത്രമല്ല, അവരെ തോൽപ്പിച്ച അധികാരം തിരിച്ചുപിടിച്ചു. ഒന്നോർത്തു നോക്കൂ, ഇത് 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിനും ഏകദേശം 80 വർഷം മുൻപാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് റാണി വേലു നാച്ചിയാർ എന്ന ഈ പേര് നമുക്ക് അത്ര പരിചിതമല്ലാത്തത്? ശരി, നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ഒരു പേരുണ്ട്, വീരമങ്കൈ, എന്നുവെച്ചാൽ ധീരയായ സ്ത്രീ. ഈ ഒരൊറ്റ പേരു മതി അവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതി നഷ്ടപ്പെട്ടുപോലെ സ്വന്തം രാജ്യം തിരിച്ചുപിടിച്ച ആദ്യത്തെ ഇന്ത്യൻ രാജ്ഞി, അത് വേലു നാച്ചിയാറായിരുന്നു. ശരി, നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഒരു രാജ്ഞി എങ്ങനെയാണ് ഇത്രയും കരുത്തുള്ളൊരു യോദ്ധാവായത്? അതിന്റെ എല്ലാം ഉത്തരം അവരുടെ കുട്ടിക്കാലത്ത് തന്നെയുണ്ട്. സാധാരണ ഒരു രാജകുമാരിക്ക് കിട്ടുന്ന പോലത്തെ പരിശീലനമല്ല വേലു നാച്ചിയാർക്ക് കിട്ടിയത്. അവർക്ക് കൂട്ട് ആയുധങ്ങളായിരുന്നു. വളരി, ചിലമ്പം, വാൾപ്പയറ്റ്, അമ്പെയ്ത്ത്, കുതിരസവാരി, ഇതൊക്കെ അവർക്ക് വളരെ നിസാരമായിരുന്നു. പോരാടാൻ മാത്രമല്ല, നയതന്ത്രം മെനയാനും അവർ പഠിച്ചു. ഫ്രഞ്ചും ഇംഗ്ലീഷും ഉർദുവുമൊക്കെ നല്ല അനായാസമായി കൈകാര്യം ചെയ്യുമായിരുന്നു. ഈ കഴിവുകളൊക്കെ പിന്നീട് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം നിർണായകമായി എന്ന് നമുക്ക് കാണാം. അവരുടെ ആയോധന കലകളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ചിലമ്പാട്ടം. ഒരു നീളൻ മുളവടി ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന ഒരു പുരാതന തമിഴ് ആയോധനകലയാണിത്. ഇതിന് അസാമാന്യമായ വേഗതയും ശ്രദ്ധയും വേണം. വേലു നാച്ചിയാർ ഇതിലൊരു വിദഗ്ധയായിരുന്നു. എല്ലാം ഭംഗിയായി പോകുമ്പോഴാണ് അവരുടെ ജീവിതം പെട്ടെന്ന് മാറിമറിയുന്നത്. ഒരു വലിയ ദുരന്തം അവരെ സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ ഓടിപ്പോകാൻ നിർബന്ധിതയാക്കി. 1772-ൽ ആ ദുരന്തം സംഭവിച്ചു. ബ്രിട്ടീഷ് സൈന്യവും അവരുടെ സഖ്യകക്ഷിയായ ആർക്കോട്ട് നവാബും ചേർന്ന് ശിവഗംഗയെ ആക്രമിച്ചു. കാളയാർ കോവിൽ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായി. അവരുടെ ഭർത്താവ്, രാജാവ് മുത്തുവടുകനാഥ പെരിയയുടയ ദേവർ ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. രാജ്യവും ഭർത്താവും നഷ്ടപ്പെട്ട ആ രാജ്ഞിക്ക് തന്റെ മകളെയും എടുത്ത് അവിടം വിടേണ്ടി വന്നു. പാളയക്കാരനായ ഗോപാല നായ്ക്കർ എന്നയാളുടെ സംരക്ഷണത്തിൽ ഏകദേശം 8 വർഷത്തോളം അവർ ഒളിവിൽ കഴിഞ്ഞു. പക്ഷേ ഈ കാലമത്രയും ഉള്ളിൽ പ്രതികാരത്തിന്റെ തീ അണയാതെ അവർ സൂക്ഷിച്ചു. ഒളിവിൽ കഴിഞ്ഞ ആ 8 വർഷം അവർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അത് തന്ത്രങ്ങൾ മെനയാനും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാനുമുള്ള സമയമായിരുന്നു. ആ 8 വർഷം അവരൊരു വലിയ തിരിച്ചുവരവിനായി തയ്യാറെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് അവർ മൈസൂരിലെ ഭരണാധികാരിയായ ഹൈദർ അലിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഉറുദു ഭാഷയിലുള്ള അവരുടെ അറിവും ഒരു രാജ്ഞിയുടെ ആത്മവിശ്വാസവും കണ്ട ഹൈദർ അലിക്ക് വലിയ മതിപ്പ് തോന്നി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം അവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അവരുടെ സൈന്യത്തിൽ വളരെ സവിശേഷമായൊരു വിഭാഗമുണ്ടായിരുന്നു, ഉടയാൾ എന്നു പേരുള്ള ഒരു വനിതാ സൈന്യം. ആ പേരിനു പിന്നിൽ ഹൃദയം തൊടുന്നൊരു കഥയുണ്ട്. ഒളിവിൽ കഴിഞ്ഞ സമയത്ത് രാജ്ഞിയെ സഹായിച്ച ഉടയാൾ എന്നൊരു ഇടയ പെൺകുട്ടിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ചു. ആ പെൺകുട്ടിയോടുള്ള ആദരസൂചകമായിട്ടാണ് വേലു നാച്ചിയാർ തന്റെ വനിതാ സൈന്യത്തിന് ആ പേര് നൽകിയത്. അത് വെറുമൊരു പേരല്ലായിരുന്നു, അതൊരു പ്രതിജ്ഞ കൂടിയായിരുന്നു. അങ്ങനെ 8 വർഷത്തെ കഠിനമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആ നിമിഷം വന്നെത്തി, ശിവഗംഗ തിരിച്ചുപിടിക്കാനുള്ള സമയം. പക്ഷേ വലിയൊരു സൈന്യവും സുരക്ഷയുമുള്ള ഒരു കോട്ട എങ്ങനെ കീഴടക്കും? വേലു നാച്ചിയാരുടെ മനസ്സിൽ വളരെ സാഹസികമായ ഒരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് ആക്രമിക്കുന്നതിന് പകരം കോട്ടയുടെ ഉള്ളിൽ കടന്ന ശത്രുവിനെ തകർക്കുക. അതെങ്ങനെ സാധിക്കും? അവരുടെ പ്ലാൻ ശരിക്കും ബ്രില്യൻ്റായിരുന്നു. വിജയദശമി ദിവസം സ്ത്രീകൾക്ക് മാത്രം കോട്ടയ്ക്കുള്ളിലെ ക്ഷേത്രത്തിൽ പ്രവേശനാനുമതിയുണ്ട്. ഈ അവസരം മുതലെടുത്ത് തന്റെ വനിതാ സൈനികരെ ഭക്തരുടെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിലേക്ക് കടത്തിവിട്ടു. അവരുടെ ലക്ഷ്യം ഒന്നുമാത്രമായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആയുധപ്പുല. എന്നാൽ ആയുധപ്പുര തകർക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആ പദ്ധതി വിജയിക്കണമെങ്കിൽ ഒരു വലിയ ത്യാഗം ആവശ്യമായിരുന്നു.
അവിടെയാണ് ചരിത്രം കണ്ട ഏറ്റവും ധീരമായൊരു ത്യാഗം നടക്കുന്നത്. വേലുനാച്ചിയാരുടെ ഏറ്റവും വിശ്വസ്തയായ സൈന്യാധിപ കുയലി. ഒരു നിമിഷം പോലും അവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സ്വന്തം ശരീരത്തിൽ നെയ്യൊഴിച്ച് ഒരു തീപ്പന്തം പോലെ കത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുരയിലേക്ക് അവർ ഓടിക്കയറി. ആ സ്ഫോടനത്തിൽ ആയുധപ്പുര മൊത്തം നശിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ചാവേറാക്രമണമായിട്ടാണ് കുയലിയുടെ ഈ ആത്മത്യാഗം അറിയപ്പെടുന്നത്. കുയിലിയുടെ ആ ത്യാഗം വെറുതെ ആയില്ല. ആ സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് പുറത്തുവരാൻ കഴിയുന്നതിനു മുൻപ് തന്നെ വേലുനാച്ചിയാരുടെ സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ 1780-ൽ അവർ ശിവഗംഗയുടെ ഭരണം തിരിച്ചുപിടിച്ചു. അടുത്ത 10 വർഷക്കാലം അവർ സമാധാനപരമായി രാജ്യം ഭരിച്ചു. അതിനുശേഷം തന്റെ മകളായ വെള്ളച്ചിക്ക് അധികാരം കൈമാറി. ഇന്ന് വേലുനാച്ചിയാരുടെ ആ ധീരമായ പൈതൃകം പല രീതിയിൽ ആദരിക്കപ്പെടുന്നുണ്ട്. അവരുടെ പേരിൽ തപാൽ സ്റ്റാമ്പുകളുണ്ട്. ശിവഗംഗയിൽ അവരുടെ പ്രതിമയുണ്ട്. അവരുടെ ജന്മദിനം ഒരാഘോഷമായി കൊണ്ടാടുന്നു. അവരുടെ ജീവിതം ഇന്നും ഒരുപാട് കലാകാരന്മാർക്ക് പ്രചോദനമാണ്. വേലുനാച്ചിയാരുടെ ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. പാഠപുസ്തകങ്ങളിൽ ഇടം കിട്ടാതെ, ചരിത്രം ഓർക്കാതെ പോയ ഇതുപോലുള്ള എത്രയെത്ര ധീരരായ മനുഷ്യർ നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ടാവാം.